ആരാധനയിൻ നായകനെ അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കും. ആരാധനയിൻ നായകനെ അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സർവ്വയർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. എന്ന് ജീവിക്കുന്ന യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. കൈകൾ വീശി ഒന്ന് ചേർന്ന് പാടാം. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ നന്ദി 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 കർത്താവേ. ആരാധന ആരാധന യേശുവേ. ആരാധന യേശുവേ ആദിയും അന്ത്യനുമായവനെ ഞങ്ങൾ ഒന്ന് ചേർന്ന് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ആദിയും നീയേ അന്തവും നീയേ അങ്ങേ ഞാൻ ആരാധിക്കും. വഴിയും നീയേ സത്യവും നീയേ അങ്ങേ ഞാൻ ആരാധിക്കും. വഴിയും നീ സത്യവും നീ അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും. എന്നെ യേശുവേ അങ്ങേ ഞാൻ ആരാധിക്കും. കൈകൾ വീശി ഒന്ന് ചേർന്ന് ഹല്ലേലൂയ 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 ആമേൻ. സർവശക്തിയോടെ ഹല്ലേലൂയ 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 ആമേൻ. സർവ്വയർത്തി പാടാം. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശുക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും സന്തോഷത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ശ്രമേറ്റി പാടാം. ഹല്ലേലൂയ. കൈകൾ വീശി. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവിക്കുന്നവനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ വീണ്ടും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ അനുഗ്രഹത്തിൻ്റെ ആരാധന സംഗീതത്തിൽ ആയിരിക്കുവാൻ ദൈവം നമ്മളെ പ്രത്യേകം അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഈ അനുഗ്രഹ നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. ഇപ്പോഴേ കർത്താവ് ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളായാലും നമ്മൾ കർത്താവിൻ്റെ കൂടെയാണെന്നുള്ള ഒരു വലിയ സന്തോഷമാണ്. വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹമെല്ലാം നമുക്ക് കിട്ടി. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ആകാൻ കഴിയുമ്പോൾ തന്നെ നമ്മൾ പകുതിയോളം നമ്മൾ മുന്നേറി കഴിഞ്ഞെന്ന് അർത്ഥം. കാര്യം എന്താ? ഇനി കർത്താവാണ് നോക്കേണ്ടത്. നമുക്കൊരു ആശ്വാസം, ഒരു രോഗിയെ കൊണ്ട് ആശുപത്രിയിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നിരന്തത് പറയും ഇല്ലേ? ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പകുതി ആശ്വാസമായി. കാര്യം ബാക്കി ഇനി നമ്മളുടെ കൊണ്ടുപോകുന്നവരുടെ വിഷയമല്ലത്. ബാക്കി ആശുപത്രിയുടെയും ഡോക്ടർമാരുടെയും ഒക്കെ വിഷയമാണ്. അതുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധനയ്ക്ക് എത്താൻ കഴിഞ്ഞാൽ നമ്മുടെ പകുതി പ്രശ്നം തീർന്നു. ബാക്കി നമ്മുടെ വിഷയമല്ല, ബാക്കി നിന്റെ ദൈവത്തിന്റെ വിഷയമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഈ ശുശ്രൂഷ കൂടുമ്പോഴേ ചിലർ പ്രാർത്ഥന ആവശ്യങ്ങൾ എഴുതും, നിങ്ങളൊക്കെ എഴുതും. അപ്പോൾ ചില കമൻറ്റുകൾ വായിക്കാൻ നല്ല രസമാണ്. രസമൊന്നുമല്ല,
വിചിത്രമാണ്. കാര്യം അവർ പറയണേ, കർത്താവേ പരീക്ഷിക്കല്ലേ, നാളെ ലാസ്റ്റ് ഡേറ്റാണ്, ഇതുവരെക്കും ഒന്നും ഒത്തില്ലെന്ന് പറയും. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ അത് ഓർക്കുന്നത് ഇങ്ങനെ പ്രാർത്ഥിക്കണത് ഒക്കെ സാമ്പത്തിക കടങ്ങളാണ് ശരിക്കും. അത് അനുഭവിക്കുന്നതിന് മാത്രമേ അതിൻ്റെ വിഷമം അനുഭവിക്കത്തുള്ളൂ. അതാണ് കർത്താവെ പരീക്ഷിക്കല്ലേ. അപ്പം പക്ഷെ ആ ചോദ്യം അത് വർത്തമാനം ഭയങ്കരമാണേ. കർത്താവെ പരീക്ഷിക്കല്ലേ. അപ്പം കർത്താവാണ് അവരെ പരീക്ഷിക്കണമെന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. നാളെ ലാസ്റ്റ് ഡേറ്റാണ്, ഇതുവരെ ഒന്നും ഒത്തിട്ടില്ലെന്ന് പറയും. അത് അവർ പറയണ ചങ്ക് പറഞ്ഞാണ് പറയണത്. അപ്പോൾ ഞാൻ മുമ്പൊക്കെ ഓർക്ക് കിടന്ന് കർത്താവ് പരീക്ഷിക്കുമോ, അവരെന്താ അങ്ങനെ പറയണത്? പിന്നെ എനിക്ക് മനസ്സിലായി കർത്താവും പരീക്ഷിക്കുമെന്ന്. കാര്യം എനിക്കെങ്ങനെ അത് മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൂടെ നടന്ന ആൾക്കാരുടെ അനുഭവങ്ങളാണ്. കൂടെ നടന്ന ആൾക്കാരാരാണ് ഞാൻ എപ്പോഴും നോട്ട് ചെയ്യണ ആരാണെന്ന് അറിയാമോ? യോഹന്നാനെ ഞാൻ എപ്പോഴും നോട്ട് ചെയ്യണ വ്യക്തിയാണ്. ഇയാൾ എന്നാ ഈശോനെക്കുറിച്ച് പറയണതെന്ന് ഓർക്കും. കാര്യം ഇൻറ്റിമേസിയുടെ കാര്യത്തിൽ അങ്ങേരേക്കാൾ വലുത് ആരുമില്ല. അങ്ങേർക്കത് പറയുന്നതിൽ ഭയങ്കര ആത്മാഭിമാനം കൂടിയുള്ള മനുഷ്യനാണ്. ഞാൻ കർത്താവിന് നെഞ്ചത്ത് കിടക്കിയിരുന്ന ആ സമയത്ത് അത് എഴുതിയില്ലെങ്കിലും ആ സുവിശേഷം നിലനിന്ന് പോകും. ഇയാൾ എവിടെയാണ് ഇരിക്കണത്, മുട്ടേ നിൽക്കണ എന്നുള്ളതും ഒന്നും വിഷയത്തിൻ്റെ ഗാംഭീര്യത്തെ ബാധിക്കാത്ത വിഷയമാണ്. അപ്പോൾ വിഷയത്തെ ഗാംഭീര്യത്തെ ബാധിക്കുന്നതിൽ ഒടുക്കത്താഴത്തിൻ്റെ വലിയ ഉത്കണ്ഠാകുലമായ തീക്ഷ്ണമായ വികാരങ്ങളെ വായനക്കാരിലേക്ക് സംപ്രേഷണം ചെയ്യുമ്പോഴും ആ മനുഷ്യൻ പറയണത് ഞാൻ ആ സമയത്ത് കർത്താവിൻ്റെ നെഞ്ചത്ത് കിടക്കുകയായിരുന്നെന്ന് പറയും. അത് കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ കൂടെ ചേർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഐ കുഡ് ഫീൽ എ മൈന്യൂട്ട് വേവ്സ് ഓഫ് ഹിസ് ഹാർട്ട് ആൻഡ് ഹോട്ട്നെസ്. അവൻ്റെ ചങ്കിൻ്റെ ചൂട് എനിക്ക് നല്ലവണ്ണം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നതാണ് ആ മനുഷ്യൻ ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് തിങ് ആ രീതി ചിന്തിച്ചു കഴിഞ്ഞാൽ. എങ്കിലും യോഹന്നാൻ അതുപോലെ ഈശോയുടെ ഓരോ ഹൃദയവികാരങ്ങളുടെ നിറഭേദങ്ങളെ പറയുന്ന കൂട്ടത്തിൽ ഒരിക്കലും യോഹന്നാൻ പറയും, കർത്താവ് ഞങ്ങളെ ഒരിക്കലൊന്ന് പരീക്ഷിച്ചായിരുന്നു എന്ന് പറയും. കർത്താവ് ഞങ്ങളെ ഒരിക്കലൊന്ന് കാര്യം ജനക്കൂട്ടം ഇങ്ങനെ കൂടി വന്നേ, ഭയങ്കരമായ ജനക്കൂട്ടം ഈശോയുടെ അടുത്തേക്ക് ആ മലമുകളിൽ കയറിയപ്പോൾ വലിയൊരു ജനക്കൂട്ടം ഇവനെ കണ്ട്. ഇപ്പോൾ 15 കിലോമീറ്ററൊക്കെ വെട്ടുക്കിളി വരണ പോലെ നമ്മളെ ഈ വെട്ടുക്കിളിയെ ഒന്ന് ശാസിച്ച് പ്രാർത്ഥിക്കും. ഇപ്പോൾ ഞാൻ ഓർത്തോ പറഞ്ഞത് നല്ല കർത്താവിടെ ഉള്ള സമയമാണ്, ആരാധനയിൽ അമ്മ മധ്യസ്ഥം വഹിക്കുന്നതാണ്. 15 കിലോമീറ്റർ ആണ് ഈ വെട്ടുക്കിളി 3 സംസ്ഥാനങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിനെ ശാസിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ ഇന്ത്യയുടെ ധാന്യം മുഴുവൻ 30,000 പേരുടെ ധാന്യമാണ് ഇത് 1 മണിക്കൂറില്ല, 1 ദിവസം കൊണ്ട് കഴിക്കണത്. ദാറ്റ് മീൻസ് ഇന്ത്യ ക്ഷാമത്തിലാകാനും പട്ടിണിയാകാനും ഈ ഒരൊറ്റ വിഷയം മതി. അതുകൊണ്ട് എൻ്റെ ഈ ആരാധന കൂടുന്ന എല്ലാ മക്കളും ദയവായിട്ട് ഇപ്പോഴ് എഴുന്നേൽക്കുക, അല്ലെങ്കിൽ മുട്ട നിൽക്കുന്നവരാണ് മുട്ട നിൽക്കുക. എന്നിട്ട് നിങ്ങൾ ഈ വെട്ടുക്കിളിയെ ഈശോയുടെ നാമത്തിൽ ശാസിക്കാൻ പോവുകയാണ്. കർത്താവ് ഇതുപോലുള്ള ബാധകളെ എല്ലായിടത്തു നിന്നും അനാദികാലം മുതൽ മനുഷ്യവംശത്തെ ബാധിക്കുന്ന മുഴുവൻ ബാധകളെ ശാസിച്ച് ദൈവം അവരെ സംരക്ഷിച്ചിട്ടുള്ളതാണ്. അത് അനാദികാലം മുതലുള്ള ദൈവത്തിൻ്റെ വാത്സല്യത്തെ ഇപ്പോൾ അനുസ്മരിച്ചുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥത്തിൽ ഭൗതിക ആഹാരങ്ങളുടെ ഇല്ലായ്മയും വല്ലായ്മയും യേശു തിരുസേനയെ സമർപ്പിച്ചുകൊണ്ട് ക്ഷാമത്തെ, വീഞ്ഞിൻ്റെ കാനായിലെ കല്യാണ കുടുംബത്തിലാണെങ്കിലും വീഞ്ഞിൻ്റെ ക്ഷാമത്തെ ഈശോയുടെ തിരുസേനയിൽ പരിഹരിക്കേണ്ട വിഷയമാണെന്ന് പറയണത് അമ്മയാണ്. അപ്പോൾ അമ്മയുടെ മധ്യസ്ഥതയിൽ അമ്മയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ ഈ നിമിഷം കർത്താവെ വെട്ടുകിഴി ഇന്ത്യയെ കാർന്നിരുന്ന ജലലക്ഷങ്ങളുടെ ആഹാരത്തെ കാർന്നു തിന്നുകൊണ്ട് രാജ്യത്തെ ക്ഷാമത്തിലേക്ക് നയിക്കാൻ പോകുന്ന ഈ മഹാവ്യാധികളെ, മഹാമാരികളെ, കർത്താവെ മഹാബാധകളെ യേശു ക്രിസ്തു നാമത്തിൽ അകന്നു പോകട്ടെ. ഞങ്ങളുടെ രാജ്യം സംരക്ഷിക്കപ്പെടട്ടെ, ദൈവനാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴേ ഇതുപോലെ മനുഷ്യരിങ്ങനെ കൂട്ടമായി ഈ മലമുകളിലേക്ക് ഈശോ ഇരിക്കണ ഇടത്തേക്ക് കയറി വരുന്ന കണ്ട്, അപ്പോൾ മനുഷ്യക്കൂട്ടത്തെ കണ്ടപ്പോഴേ ഈശോയ്ക്ക് ആ സമയത്ത് ഒരു അനുകമ്പ തോന്നി. ഈശോ ഉടനെ ശിഷ്യന്മാരോട് ചോദിച്ചത്,
ഇവർക്കെല്ലാം ഭക്ഷണം കൊടുക്കാൻ അപ്പം നമ്മൾ എവിടെ നിന്ന് വാങ്ങും? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ദൈവത്തോടല്ലേ പ്രാർത്ഥിക്കണം അപ്പത്തിന്. ഇപ്പം ദൈവം നമ്മളോട് ചോദിക്കുന്ന ഒരവസ്ഥ വരണത്. അത് ചില സമയത്ത് ആധ്യാത്മിക ജീവിതത്തിലെ ഭയങ്കര ഡൈക്കോട്ടമി സംഭവിക്കും. നമ്മൾ തന്നെ ഇതെന്ത് ഇങ്ങനെ ചോദിക്കണമെന്ന്. നമ്മൾ ദൈവത്തോടല്ലേ ചോദിക്കണത് അപ്പത്തിന് വേണ്ടി. ഇപ്പം ദൈവം നമ്മളോട് ചോദിക്കണേ എവിടെ നിന്ന് അപ്പം മേടിക്കുമെന്ന് ചോദിക്കണത്. എന്നിട്ട് യോഹന്നെ പറയണത് ഈശോ അങ്ങനെ ചോദിച്ചത് നമ്മളെ പകപ്പിച്ച് കളയാനുള്ള ചില പരിപാടികൾ ചില സമയത്ത് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മളെ പകപ്പിച്ച് കളയും. ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ എവിടെ പോകാനാണ്? ഉത്തരം നമ്മുടെ ഇല്ലല്ലോ. ശിഷ്യന്മാർ ചില ഉത്തരങ്ങളൊക്കെ പറയാൻ നോക്കി, ഞങ്ങൾ കടയിൽ പോയി വാങ്ങിക്കട്ടെ, അത് അവരുടെ റിസപ്റ്റിവിറ്റിയാണ്. കാര്യം ഇത്രയും മനുഷ്യർക്ക് അപ്പം എവിടെ നിന്ന് കിട്ടാമെങ്കിലും അവർ റെസ്പോണ്ട് ചെയ്യും. ആ സന്മനസ്സാണ്. കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുക എന്ന് വെച്ചാൽ റെഡിനെസ്സാണ്. കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറയണത് ചെയ്യാൻ പറ്റണതും ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. പക്ഷേ അത് ചെയ്യാനുള്ള റെഡിനെസ്സാണ്. റെഡി. നടക്കുമോ ഇല്ലയോ, പരാജയപ്പെടുമോ, അപ്പം മേടിക്കാൻ പറ്റുമോ, അതിനുള്ള കാശ് കയ്യിലുണ്ടോ, അതല്ല. അത് ചെയ്യാനുള്ളൊരു മനസ്സ് ദൈവം നോക്കുന്നത് അതാണ്. അപ്പോസ്തലന്മാർ രക്ഷപ്പെടുന്നത് അവിടെയാണ്. യെസ് ജീസസ് വി വിൽ ഡു ഇറ്റ് വെദർ ഇറ്റ് ഫെയിൽ ഓർ നോട്ട്, അതല്ല പ്രശ്നം അവരുടെ പ്രശ്നം. ഞങ്ങൾ ചെയ്യാൻ കർത്താവേ എന്ന് പറയും. ഇതാണ് ദൈവവിളിയുടെ ഒരു കാമ്പെന്ന് പറയണത്. കർത്താവിൻ്റെ മുമ്പിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിലും കർത്താവിനുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങൾ ചെയ്യാമെന്ന് പറയും. ദൈവവിളി സ്വീകരിച്ചിട്ട് കുറേ അധികം ആൾക്കാരുണ്ടല്ലേ. ചില ആൾക്കാരൊക്കെ ഇടവഴിക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അല്ല, അവർ കുഴപ്പമില്ല. പക്ഷേ എന്നാലും എനിക്ക് തോന്നണത് ദൈവവിളി സ്വീകരിക്കണതെന്ന് പറയണത്, ഇപ്പോൾ എനിക്ക് ഒരു 60 വയസ്സാകാൻ പോകുന്നുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കുകയാണേ. എന്നിട്ട് ഈ അച്ഛന്മാരെയൊക്കെ ചില സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ആൾക്കാർ ആക്ഷേപിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ 60 ദിവസം വർഷമൊന്നും ഇവിടെ ജീവിക്കേണ്ട. ഒരു 6 ദിവസം സഭ നൽകുന്ന നിഷ്ഠയായ ജീവിതത്തോടു കൂടി, ആധ്യാത്മിക ജീവിതത്തോടു കൂടി ഈ സമൂഹത്തിന് വേണ്ടി, ഈ സഭയ്ക്ക് വേണ്ടി ഇതുപോലെ ഒരു ജന്മം, ഞങ്ങളൊരു ജന്മമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് വിത്ത് ഫുൾ ഹാപ്പിനെസ്. നിങ്ങൾ ഓരോരോ ആരോപണങ്ങളൊക്കെ തരണം. നിങ്ങൾ ചില ആൾക്കാർ അവരവരുടെ സ്വഭാവം അനുസരിച്ചാണ്. ചില പണമായ പരമായ ആക്ഷേപം വരും. ചിലപ്പോൾ കുംഭസാരത്തിൽ അത് ചെയ്ത് അങ്ങനെ കാണിച്ചിങ്ങനെ, ഇതെല്ലാം അവരവരുടെ സ്വഭാവം അനുസരിച്ചുള്ള ആക്ഷേപങ്ങൾ ആരോപിക്കുകയാണ്. ഇതിൻ്റെ 99% മനുഷ്യരും വിശുദ്ധിയോടെയും ശക്തിയോടെയും ഈ ആളിനെ ഞങ്ങൾ ആരും നോക്കിയിട്ടൊന്നുമല്ല. ഈ മനുഷ്യന്മാരെന്ത് പറയുന്നു, എന്ത് പറയും, നല്ലത് പറയുമ്പോൾ മോശം പറയും, വി ഡോണ്ട് മൈൻഡ് അബൌട്ട് ദാറ്റ്. ഞങ്ങൾ ഒരാളെ മാത്രം വിശ്വസിച്ച് ഇറങ്ങി വന്ന ആൾക്കാരാണ്. ഇന്നും ഇത്രയും ഈ വർഷത്തിനുള്ളിലും സന്തോഷത്തോടെ നിന്നുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യണുണ്ട്. വിശുദ്ധിയോടെയും പരമാവധി ഒരു മനുഷ്യന് പറ്റുന്ന അത്രയും തരത്തിലുള്ള ഒരു വിശുദ്ധിയോടെയും അത് സമർപ്പണത്തോടെയും തന്നെയാണ് നിൽക്കണം. എൻ്റെ അകത്ത് യാതൊരു സംശയമില്ല. ഇതെല്ലാം സഭയ്ക്കും സമുദായത്തിനും വേണ്ടി, എൻ്റയർ വേൾഡിന് വേണ്ടി ചെയ്യുന്ന സമർപ്പണമാണ്. ഇതിങ്ങനെ 1 വർഷങ്ങളും ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ വിമർശിക്കും ധൈര്യമായിട്ട്. അത് കേൾക്കാനൊരു ഒരു ദിവസം പോലും പോയിട്ട് 1 മിനിറ്റ് പോലും ചെയ്യാത്ത ആൾക്കാരാണ് കഴിച്ചുകൊണ്ടുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് അതേ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ഞങ്ങൾ ശരിക്കും നിങ്ങൾ തിരിച്ചു വഴക്ക് പറയുകയോ ആക്ഷേപിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുവാൻ. സെൻറ്റ് പോൾ പറയും ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ. എന്താ കാര്യം എന്നറിയാവോ? ഈ മനുഷ്യന്മാരുടെ ആക്ഷേപം കർത്താവ് കുരിശ് കൃപയാക്കി മാറ്റിയതാണ്. ഈ ലോകത്ത് ആക്ഷേപങ്ങളെ കൃപയാക്കാവുന്ന ഒരാൾ മാത്രമേ ലോകത്തോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളൂ. അവൻ്റെ ജോലിയാണ് ചെയ്യണത്. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം കൃപയായി രൂപാന്തരപ്പെട്ടിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന നിത്യമഹത്വം തന്നെയാണ്. മനുഷ്യന്മാരെ പരസ്പര മഹത്വം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണ പോലെ അല്ല. അത് കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിത്യമഹത്വം. ഈ നിത്യമഹത്വം ലക്ഷ്യം കണ്ടുകൊണ്ട് ഈ ഭൂമി കിട്ടുന്ന ഏക ഒരു ജന്മം ഈ ആളിന് വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഈ ആൾ ആരാണെന്ന്. അവൻ അത്രയും പോന്നവനും മഹോന്നതനും അതിന് മതിയായവനുമാണ്. അവനെ ആരാധിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, മഹത്വം കർത്താവേ. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്,
കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടിടാൻ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അപ്പോഴേ ഈശോ അവരോട് ചോദിച്ചു, അവിടെ റെഡിനെസ് അവർ പറഞ്ഞു, യെസ് ജീസസ് വി ഷാൽ ട്രൈറ്റ്, ഞങ്ങൾ ഇവർക്ക് അപ്പം വാങ്ങിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം. അപ്പോഴേ അത് ഭയങ്കരമായൊരു ദൈവവിളിയുടെ ഒരു ഭയങ്കരമായ ഒരു കമ്മിറ്റ്മെൻ്റാണ് ശരിക്കും. എന്നിട്ട് യോഹന്നാൻ പറയും, യോഹന്നാൻ ഫിലിപ്പോസ് ആണ് ഇതിന് റെസ്പോണ്ട് ചെയ്യണത്. അപ്പോൾ യോഹന്നാൻ അടുത്ത് നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കും. കാര്യം ഹൃദയം വായിക്കണ പോലെ മുഖം വായിക്കുന്ന ആളാണ് യോഹന്നാൻ. യോഹന്നാൻ പറയും, ജീസസ് അങ്ങനെ ചോദിച്ചതേ ഇവരെ ഇട്ടുണ്ട് വലക്കാനും കഷ്ടപ്പെടുത്താനൊന്നുമല്ല, പരീക്ഷിക്കാൻ തന്നെയാണെന്ന് പറയും. ഇവരെ പരീക്ഷിക്കാൻ, ഇവരെന്ത് പറയുമെന്ന് പരീക്ഷിക്കാൻ. എൻ്റെ മക്കൾ, അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. ഇവരെന്ത് പറയുമെന്ന് പരീക്ഷിക്കാനാണ്. അതാണ് യോഹന്നാൻ 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, ഭയങ്കരമാക്കിയ വാക്യമാണത്. കർത്താവ് ഇത് ചോദിച്ചത് അവരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അതാണ് സംഭവം. അപ്പോൾ ദൈവം പരീക്ഷിക്കും, കർത്താവ് പരീക്ഷിക്കും, അവസാനം വരെ പരീക്ഷിക്കും. പക്ഷേ ഈ പരീക്ഷയിൽ ഇരിക്കുന്ന ആൾക്കാരില്ലേ, ഇപ്പം കടമായാലും രോഗമായാലും മകളുടെ വിവാഹം ഇങ്ങനെ താമസിച്ച് വരുന്നല്ലോ എന്ന് ഓർത്ത് വേദനിക്കുന്നവരായാലും, ഒരു കൊച്ചില്ലാതെ വേദനിക്കുന്നവരായാലും, ആരായാലും ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ് മനസ്സിലാക്കണമെന്നറിയാവോ? എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. അതാണ് യോഹന്നാൻ 6:6. എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. യോഹന്നാൻ 6:6. എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണം. കൈകൾ ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ സ്വഭാവങ്ങൾ പഠിക്കുകയാണ്. നിങ്ങൾ ഈശോനെ ഫോളോ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈശോ ഓരോ സമയത്ത് ചെയ്യണ കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് സെയിം തിങ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഒരേ സംഭവം തന്നെ
രണ്ട് സമയത്ത് ഒരു പക്ഷേ ഈ കൊല്ലവും അടുത്ത കൊല്ലവും സെയിം കാര്യങ്ങൾ ചെയ്യും, പക്ഷേ രണ്ട് തരത്തിലായിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈശോ മിക്കവാറും ചെയ്യുന്നൊരു ജോലിയാണ് അപ്പോസ്തലന്മാർ ഉപയോഗിച്ചിരുന്ന വാഹനം. ഇന്നിപ്പോൾ നമുക്ക് കാറൊക്കെ ഉപയോഗിക്കുന്ന പോലെ അപ്പോസ്തലന്മാരുടെ കാലത്തും വാഹനങ്ങൾ ഉപയോഗിക്കുമായിരുന്നു. അവരുപയോഗിച്ചിരുന്ന വാഹനം അവരുടെ ജിയോഗ്രഫിക്കൽ സിറ്റുവേഷനെ പറ്റുന്ന വാഹനങ്ങളാണ്. അവർക്ക് എപ്പോഴും അപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും 8 കിലോമീറ്റർ സഞ്ചരിക്കണം. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോകണം. അതിനെന്താ ചെയ്തുകൊണ്ടിരുന്നത്? അവർ ഒരു വള്ളം ക്രമീകരിച്ചിട്ടുണ്ടായത് ഇതിനു വേണ്ടി. എപ്പോഴും നമ്മൾ നോക്കാം, കർത്താവ് അക്കരയ്ക്ക് പോയി, ബെത്സയിദയിൽ പോയി, കർത്താവ് ഇക്കരയ്ക്ക് കഫർനാമിലേക്ക് വന്നു. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഗെനേസരിലേക്ക് വള്ളം ഇറങ്ങി. അപ്പോൾ ഇവരെപ്പോഴും ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ ഗെത്സേമിനും അതുപോലെ തന്നെ അല്ല ബെത്സയിദയും അതുപോലെ കഫർനാമും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എപ്പോഴും സഞ്ചരിക്കുക. അപ്പോൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ചില സമയത്ത് കർത്താവ് വള്ളത്തിലുണ്ടാവും. അത് ബൈബിളിൽ പ്രത്യേകം എഴുതി വെക്കും. അങ്ങനെയാണെങ്കിൽ കർത്താവ് വള്ളത്തിലുണ്ടെങ്കിൽ ഉണ്ടെന്ന് എഴുതി വെക്കും, ഇല്ലെങ്കിൽ ഇല്ലെന്ന് എഴുതി വെക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയത്ത് അക്കരയ്ക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ, ഒരു വിഷയത്തിൽ നിന്ന് അടുത്ത വിഷയത്തിലേക്ക് പോകുമ്പോൾ, ഒരു ദിവസത്തിൽ നിന്ന് അടുത്ത ദിവസത്തിലേക്ക് നമ്മൾ സഞ്ചരിച്ചെത്തുമ്പോൾ ചില സമയത്ത് കർത്താവ് വള്ളത്തിലുണ്ടാവും, ചില സമയത്ത് കർത്താവ് വള്ളത്തിലുണ്ടാകത്തില്ല. ഈ രണ്ട് സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് സുവിശേഷം പറയും. ഇപ്പം കർത്താവ് ഇല്ലാത്ത ചില ദിവസങ്ങളുണ്ടാവും, കർത്താവ് ഉള്ള ദിവസങ്ങളുണ്ടാവും. കർത്താവ് ഇല്ലാത്ത ചില സംഭവങ്ങളുണ്ടാവും ജീവിതത്തിൽ, കർത്താവ് ഉള്ള സംഭവങ്ങളുണ്ടാവും. എൻ്റെ മക്കൾ തിരിച്ച് മനസ്സിലാക്കണം. ചിലപ്പോൾ ഇളയ മകളെ കെട്ടിച്ച മൂത്ത മകളെ കെട്ടിക്കുന്ന കാലത്ത് കർത്താവ് കൂടെ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും. നമുക്കൊരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ മൂന്നാമത്തെ മകളെ കെട്ടിക്കുന്ന സമയത്ത് വരുമ്പോൾ നമ്മൾ ചക്രശ്വാസം വരിക്കണ കാണാം. കർത്താവ് വള്ളത്തിൽ ഇല്ലാത്ത പോലെ, കുടുംബത്തിൽ ഇല്ലാത്ത പോലെ തോന്നും. സി, ദിസ് ഈസ് ദ ലൈഫ്. ഇതാണ് അവസ്ഥ. അല്ല, മൂത്ത മകളെ കെട്ടിച്ചപ്പോൾ എല്ലാ സംഭവങ്ങളും എല്ലാം കൃത്യമായിരുന്നു, ഭംഗിയായിരുന്നു കർത്താവുള്ളത്. നമ്മൾ പക്ഷേ ഇളയ മകളെ കെട്ടിക്കാൻ വന്നപ്പോൾ ഈ പറഞ്ഞ ബന്ധുക്കളുമില്ല, സ്വന്തപ്പെട്ടവരും ഇല്ല, ഈ ആരും നമ്മുടെ കൂടെ നിൽക്കണില്ല, നമ്മൾ ആകപ്പെടെ വെള്ളത്തിലായിപ്പോവും. അപ്പോഴും നമുക്ക് അന്നൊക്കെ എന്തൊരു അനുഗ്രഹമായിരുന്നു, അന്നൊക്കെ എന്തൊരു ദൈവം നമ്മുടെ കുടുംബത്തിൽ നിൽക്കണമെന്ന് തോന്നിയായിരുന്നു. ഇപ്പം ദൈവമില്ല. എന്നിട്ട് നമ്മൾ അതിൻ്റെ പേരിൽ ആരെങ്കിലുമൊക്കെ കുറ്റം പറയും. ഒന്നെങ്കിൽ ഭർത്താവിനെ കുറ്റം പറയും, അല്ലെങ്കിൽ ഭാര്യയെ കുറ്റം പറയും, നാട്ടുകാരെ കുറ്റം പറയും, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ കുറ്റം പറയും. എന്തെങ്കിലും പഴി പറഞ്ഞിട്ട് നമ്മുടെ തലവൂരാണ്. ഇതൊന്നും ശരിയല്ല. ഇതെല്ലാം സ്വാഭാവികമായ കാര്യങ്ങളാണ് ശരിക്കും. ചില സമയത്ത് ഇപ്പം തന്നെ 4:36 മർക്കോസിൻ്റെ സുവിശേഷം 4:36 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് അക്കരയ്ക്ക് പോകാം. അവൻ ജനക്കൂട്ടത്തെ വിട്ട് അവൻ ഇരുന്നിരുന്ന വഞ്ചിയിൽ തന്നെ അവരെ അക്കരെ കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, അവിടെ എന്താ എഴുതിയിരിക്കണത്? 4:36 അവൻ ഇരുന്നിരുന്ന വള്ളത്തെ തന്നെയാണ് യേശുവിനെ അവരക്കരയെ കൊണ്ടുപോകണത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ശ്രദ്ധിക്കട്ടെ, 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 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. നമ്മുടെ യേശു ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പക്ഷേ ഇതേ സെയിം തിങ്ങിൽ വേറെ ഒരു ദിവസം ഇതുപോലെ സന്ധ്യയായപ്പോഴേ കർത്താവ് അപ്പോസ്തലന്മാരെ നിർബന്ധിക്കുന്നുണ്ട്. അക്കരയ്ക്ക് പോകാൻ നിർബന്ധിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് അത് ഈശോയെ കൂടാതെ അക്കരയ്ക്ക് പോകാൻ വേണ്ടി ഈശോ അപ്പോസ്തലന്മാരെ നിർബന്ധിക്കുന്ന ഭാഗമുണ്ട്. നമ്മളിതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഈശോനെ കൂടാതെ, അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ചില ദിവസം കർത്താവ് ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും, ചില ദിവസം കർത്താവ് ഇല്ലാത്തതുപോലെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് ജീവിതത്തിലെ. ചില വിഷയത്തിന് കർത്താവ് ഇറങ്ങി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും, ചില സമയത്ത് ഈശോ കരക്ക് നിൽക്കുന്ന പോലെ നമ്മൾ കടലിൽ കിടക്കണ പോലെ തോന്നും. ദിസ് ഈസ് ലൈഫ്. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷമില്ലേ, മത്തായിയുടെ സുവിശേഷം 14, 23, 24, 25 വചനങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. മത്തായി 14, 23 അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തത്തിൽ പ്രാർത്ഥിക്കാനായ മലയിലേക്ക് പോയി. രാത്രി ആയപ്പോഴും അവൻ അവിടെ തന്നെ തനിച്ചായിരുന്നു. അതിനിടെ വഞ്ചി കരയുന്ന ഏറെ ദൂരം അകന്ന് കഴിഞ്ഞിരുന്നു.
കാറ്റ് പ്രതികൂലമായിരുന്നു. തിരമാലകൾപ്പെട്ടത് വല്ലാതെ ഉലഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. നമ്മുടെ യേശു ജീവിക്കുന്നു. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു യേശുവേ നന്ദി. ഹല്ലേലൂയ ആരാധിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമീശോ. പ്രാർത്ഥന വരമെന്നിൽ നൽകണമേ ഈശോ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമീശോ. പ്രാർത്ഥന വരമെന്നിൽ നൽകണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ. നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ. നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ അച്ഛൻ ഇങ്ങനെ സുഹൃത ജപങ്ങൾ ആരാധനാ പ്രകരണങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോഴേ നിങ്ങൾ അതിൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് ആരാധിക്കണം. അല്ലാതെ ടി വിയിലൊരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ അല്ല ഇത് ചെയ്യേണ്ടത്. കാരണം ആരാധന സമയത്ത് എന്തുമാത്രം ആൾക്കാരെയാണ് ഈശോ അനുഗ്രഹിച്ചിട്ടുള്ളവർ അവർ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ലൈവ് ആരാധനയെ കൂടണത് ശരിക്കും. അപ്പം അതെ ഈശോ നിർബന്ധിച്ചു എന്നൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെത് 4:22 അതായത് ഈ 14:22 മത്തായിയുടെ സുവിശേഷം 14:22 അക്കരയ്ക്ക് പോകാൻ തന്നെ കൂടാതെ അക്കരയ്ക്ക് പോകാൻ ഈശോ നിർബന്ധിച്ചില്ലെങ്കിൽ പാവത്തങ്ങൾ പോകത്തില്ല. അതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കുകയെ എന്തിനാ ഇത്തിരി നിർബന്ധിക്കേണ്ട കാര്യമുണ്ട്? പാവത്തങ്ങൾ എവിടെയാണ് എന്തിനാണ് നിർബന്ധിച്ചിരിക്കുന്നത്? ഈ 14:22 കിടക്കുന്നത് ആ വചനം കണ്ടില്ലേ? അതായത് തന്നെ അക്കരയ്ക്ക് പോകാൻ ഈശോ നിർബന്ധിച്ചു. അപ്പോൾ സമ്മർദ്ദമാണ് ശരിക്കും. അപ്പോൾ ഈശോനെ കൂടാതെ പോകാൻ എപ്പോഴും ചില സമയത്തൊരു സമ്മർദ്ദമുണ്ടാകും. അതാണ് സംഭവം. അതാ ഞാൻ പറയണത്. ചില ആൾക്കാർ പറയുന്നത് ഒരു പ്രാർത്ഥിക്കാൻ പോലും തോന്നണില്ല, ഒരു ഡള്ളായിട്ടിരിക്കണം എന്നൊക്കെ പറയും. അതാണ് അങ്ങനെ പറയുന്ന ആൾക്കാർ പ്രാർത്ഥിക്കാൻ പോലും തോന്നണില്ല. ശരിയല്ലേ? കുമ്പസാരത്തിൽ കുറേ നാളായി വന്നേ കുമ്പസാരത്തിലൊക്കെ. ഇപ്പോൾ കുമ്പസാരത്തിൽ ലോക്ക്ഡൗണുമായി അത് അച്ഛന്മാരെ സമ്മതിക്കുമെന്ന് അറിയാൻ ഇങ്ങനെ തന്നെത്താൻ ഇരുന്ന് പറഞ്ഞ് വിഷമിക്കണം ഒത്തിരി ആൾക്കാരുണ്ട്. മക്കളൊന്നും വിഷമിക്കരുത്. കാര്യം നിങ്ങൾ അങ്ങനെ ഒന്ന് ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിശുദ്ധീകരണം ഉണ്ടാവും. അങ്ങനെ ഒന്ന് ഓർത്താൽ മതി, അപ്പം തന്നെ വിശുദ്ധീകരണം ഉണ്ടാകും. കാര്യം എന്താണ്? നമുക്ക് റെഡിനെസ് ഇല്ലേ? ഫിലിപ്പോസ് പറഞ്ഞില്ലേ ഞങ്ങൾ ഇപ്പം പോയി അപ്പം മേടിക്കാമെന്ന്. അതിനുള്ള കാശും അവിടെ ഇല്ല. 15,000 ജനങ്ങളാണ്, 5,000 പുരുഷന്മാരല്ലേ വരുന്നത്. പിന്നെ അവിടെ ഇവിടെ ചേർത്തിമാരല്ലേ, മക്കളില്ലേ? അത് 15,000 ആൾക്കാരെ വരുന്നത്. ഞാൻ ആ 15,000 പറഞ്ഞുകൊണ്ടാണ് വെട്ടുക്കളുടെ കാര്യം പറഞ്ഞാൽ ഓർത്തത്. അതായത് 15,000 ജനസഞ്ചയം വരുമ്പോൾ ഈ ഫിലിപ്പോസ് പെട്ടെന്ന് പറയുകയാണ് യെസ് വി വിൽ ഗോ ആൻഡ് ബൈ. ഞങ്ങൾ പോയി വാങ്ങിക്കാം എന്ന് പറയും. കാശ് എവിടുന്ന് ആവോ? ഒന്നിനും ഒരു പിടിയില്ലെങ്കിലും എല്ലാം കർത്താവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഈ മനുഷ്യർക്ക് ഭയങ്കര ഫുൾനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നിനും കയ്യിലില്ല, പക്ഷേ വലിയ കാര്യങ്ങളൊക്കെയാണ് ചിന്തിക്കുന്നത്. ഈ 10,000 പേർക്ക് അപ്പം മേടിക്കാൻ വേണ്ടി അത്രയും കട പോലും ഇല്ലല്ലോ. അത്രയും അവിടെ ഒന്നും കയ്യിലില്ല, എങ്കിലും കർത്താവ് കൂടെയുള്ളത് കൊണ്ട് വലിയ കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന ആരാധന
ആരാധന ആരാധന ആരാധന ആരാധന ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഇപ്പൊ ഉണ്ടായിരിക്കട്ടെ. നമ്മൾ കണ്ടതെന്ന് വെച്ചാല് ഈശോ ഇവരെ 14:22 ഇവരെ നിർബന്ധിച്ച് കടലിൽ ചാടിച്ച്. നടുക്കടലിലാണ്, ചുമ്മാ കടലല്ല. അങ്ങോട്ട് ചെല്ലുന്തോറും പ്രശ്നമാണ് ജീവിതം. കാറ്റ്, കോള്, കൊടുങ്കാറ്റെന്നാണ് അവരെഴുതി വെച്ചിരിക്കണത്. കോള്, തിരമാൽ ഉയർന്നു. ഇതെവിടെയാണ് ശരിക്കും പറഞ്ഞാൽ? ചാടിച്ചതല്ലേ ശരിക്കും ഇതിനകത്ത്? നിർബന്ധിക്കണത് കൊണ്ടല്ലേ അവർ പോകാൻ കാര്യം. നിർബന്ധിച്ചിരിക്കും അവർ പോകത്തില്ല. ഈ കാലിലേക്കും കാറ്റിലേക്കും കോളിലേക്കും ഒന്നും അവർ പോകത്തില്ല. കാര്യം അവർ കർത്താവിനെ കൂടാതെ അവർ അപ്പുറത്തെ പോകും. ഈ രാത്രി കർത്താവ് ഇവിടെ എന്നാ ചെയ്യാനാ? രാത്രിയല്ലേ കർത്താവ് ഇവിടെ എന്നാ ചെയ്യാനാ? കർത്താവിനെ കൂടാതെ എങ്ങനെയാ നമുക്ക് പോകും? ഇല്ല, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം എന്ന്. അപ്പോൾ ഈശോ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതാണ് നമ്മൾ 14:23 അവൻ പ്രാർത്ഥിക്കാനായി മലയിലേക്ക് പോയി. 14:23 മത്തായിയുടെ സുവിശേഷത്തിലെ. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന മഹത്വം മഹത്വം ആരാധന 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 ആരാധന. നമ്മൾ ആധ്യാത്മിക ജീവിതം പഠിക്കുന്നത് ഈശോൻ്റെ കൂടെ നടന്നാണ്. കാര്യം സുവിശേഷത്തിൻ്റെ രീതി അറിയാമല്ലോ. വളരെ മൈന്യൂട്ട് തിങ്സ് പോലും നമ്മുടെ ആധ്യാത്മിക പരിപോഷണത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് പെരുക്കിയെടുത്ത് അനുസ്മരിപ്പിച്ചാണ് അപ്പോസ്തലന്മാരെ കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞ ശരിക്കും അപ്പോസ്തലൻ ആ ജനക്കൂട്ടം വളരെ വിശന്ന് വലഞ്ഞ് വല്ലാണ്ടൊക്കെയാണ് വരണത്. ഇവർക്കെല്ലാം അപ്പോഴെല്ലാം വിതരണം ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ ഇവരും ടയേർഡാണ്. ആ സമയത്ത് ഈശോക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു കഥയുമില്ല. ശരിക്കും നമ്മൾ പറയല്ലേ, വീടുകളിലൊക്കെ കല്യാണവും ഭയങ്കര അടിയന്തരമൊക്കെ കഴിയുമ്പോൾ കൊന്തയില്ലാതെ കിടന്നുറങ്ങത്തില്ലേ വില്ലന്മാർ. ഇതൊക്കെ കേൾക്കണം നിങ്ങൾ. മാനുഷികമായി പറഞ്ഞാൽ തടി തളർന്നിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോഴും ഈശോക്ക് പോയി പ്രാർത്ഥിക്കേണ്ട ഒരു കഥയുമില്ല. ഞാൻ നമ്മുടെ പക്ഷത്തുനിന്ന് സുവിശേഷം വ്യാഖ്യാനിക്കാൻ നോക്കുകയാണ്. അത് വേണമെങ്കിൽ ഈശോയ്ക്ക് ഈ സമൂഹത്തിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും, ഈ വള്ളത്തിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. എന്നിട്ട് ഈശോ ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കാര്യം ഈ പ്രാർത്ഥനയ്ക്ക് എന്തുമാത്രം ജോലികൾ നമ്മൾ ചെയ്താലും അതൊന്നും പ്രാർത്ഥനയ്ക്ക് പകരമാകത്തില്ല. അതാണ് എൻ്റെ വിഷയം. അതാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ച രീതി. നമ്മൾ ചിലപ്പോൾ മക്കളെ വളർത്തും, ഭർത്താവിനെ നോക്കും, കുഞ്ഞുങ്ങളെ നോക്കും, അയൽവാസികളെ നോക്കും, സഭയെ നോക്കും, സംഘടനയെ പ്രവർത്തിക്കും. നമ്മളെ ഒരു സംഘടന തന്നെ ഞാനിപ്പോൾ 10-15 ഇടവക ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സംഘടന പ്രസിഡന്റ്, അടുത്ത സംഘടന സെക്രട്ടറി, അടുത്ത സംഘടന സെക്രട്ടറി, ഇപ്പോഴത്തെ സംഘടന ഖജാൻജി. അതൊക്കെ ആത്മാർത്ഥമുള്ളവൻ്റെ എടുത്ത് ചെയ്യണതാണ്. അങ്ങനെയാണ് അവർക്ക് സമയമുള്ളൂ. പക്ഷെ അവർ മിക്കവാറും പള്ളി തന്നെ ആയിരിക്കും. പള്ളിയിൽ നിന്നൊക്കെ പിരിയണത് 9 മണിക്കാവും. അപ്പം ഞാനിവിടെ തോന്നിയിട്ട് പറയേ, ഈ നിങ്ങളീ പള്ളിയിൽ കിടന്ന് വിരകണ പരിപാടിയൊന്നും പ്രാർത്ഥനയുമായിട്ട് ടാലി ചെയ്യത്തില്ല. നിങ്ങളെ കർത്താവുമായിട്ട് ബന്ധമുണ്ടാകണമെങ്കിൽ മര്യാദയ്ക്ക് വീട്ടിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് പറയും. കാരണം അത് പറയാനുള്ള ബാധ്യത എനിക്കുണ്ടല്ലോ. നിങ്ങളിപ്പോൾ കേൾക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയണത്. അതായത് നമ്മൾ എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും ചില ആൾക്ക് പറയും വർക്ക് ഈസ് വർഷിപ്പ്, അധ്വാനമാണ് ആരാധന, മണ്ണാങ്കട്ട. അതൊക്കെ ഒന്നും ശരിയല്ല. ശരിക്കും പറഞ്ഞാൽ അധ്വാനമൊന്നും ആരാധനയല്ല. ആരാധനയ്ക്ക് പകരം വേറെ ആരാധന മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ അധ്വാനം എല്ലാം കഴിഞ്ഞ് കർത്താവ് പ്രാർത്ഥിക്കാൻ പോയത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ
മത്തായിയുടെ സുവിശേഷം 14:23 രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ ശരീരം എത്ര കുഴഞ്ഞാലും കർത്താവേ പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ പ്രത്യേക അഭിഷേകം നൽകണമേ, പ്രാർത്ഥനാ വരം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമീശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേശോ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമീശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേശോ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈശോ പ്രാർത്ഥിക്കാനായി മലയിലേക്ക് പോയി. സമയം രാത്രിയുമായി. 1-ാം യാമം കഴിഞ്ഞു, 2-ാം യാമം കഴിഞ്ഞു, 3-ാം യാമം കഴിഞ്ഞു, 4-ാം യാമമായി. അപ്പോൾ ഈ ഒരു യാമം എന്ന് പറയുന്നത് എന്താ? 3 hours. 4-ാം യാമം എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. 4-3-12 മണിക്കൂർ പോലെ അത്രയും സമയം കഴിയുകയാണ് ശരിക്കും. അപ്പോൾ 6 മണിക്ക് പോയ ആൾ വെളുപ്പാങ്കാലത്ത് 6 മണി, അതായത് 3 മണി, വെളുപ്പാങ്കാലത്തുള്ള 3 മണിയില്ലേ, വെളുപ്പിന് 3 മണി, ആ വെളുപ്പിന് 3 മണി തൊട്ട് പ്രഭാതത്തിൽ 3 മണി വരെയാണ്, 6 മണി വരെയാണ് 4-ാം യാമം. അപ്പോൾ വെളുപ്പിന് 3 മണിയായപ്പോൾ വിഷയം മാറി, അന്തരീക്ഷം മാറി. അല്ലാതെ തന്നെ അന്തരീക്ഷം നേരത്തെ മാറിയിരിക്കുകയായിരുന്നു. കാര്യം കാറ്റ് പ്രതികൂലമാണെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. കാറ്റ് പ്രതികൂലമായത് കാരണം ഇപ്പോൾ അവർക്ക് കിഴക്കോട്ടാ പോകണമെന്നുണ്ടെങ്കിൽ കിഴക്കുന്ന് കാറ്റ് വന്നു കഴിഞ്ഞാൽ ഒഴുക്കും കിഴക്കുന്ന് വരും. അപ്പോൾ പിന്നെ ബ്ലോക്കാവും. അതുകൊണ്ട് ഇവർ തോണി തുഴഞ്ഞ് തളർന്നെന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ എത്ര മണിക്കൂറായി തുഴയാൻ തുടങ്ങിയിട്ട്. വെളുപ്പിന് 3 മണിയായപ്പോൾ കാറ്റ് പ്രതികൂലമായി അത് വീശി അടിച്ച് തിരമാല ഉയർന്ന് വെള്ളം വള്ളത്തിലോട്ട് കയറണ ഒരവസ്ഥയായി. ഇത് നമ്മളെപ്പോഴും ധ്യാനിക്കുന്നതാണ് ഈ വിഷയം. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല. ഇവരെ നിർബന്ധിച്ചല്ലേ കൊടുങ്കാലിലേക്ക് പറഞ്ഞു വിട്ടത്? അതാണ് പ്രശ്നം. എന്തിനാണ് അങ്ങനെ ചെയ്തത്? ഇവരെ എന്തിനാണ് നിർബന്ധിച്ചത്? 14:22 എഴുതിയിട്ടുണ്ട്. കർത്താവ് നിർബന്ധിച്ചാണ് ഇവരെ പറഞ്ഞു വിട്ടതെന്ന്. എങ്ങോട്ട് പറഞ്ഞു വിട്ട്? ഇരുട്ടിലേക്കും കൊടുങ്കാലിലേക്കും. കണ്ണ് കാണാൻ പാലാതെ ഇരുട്ടിലേക്ക്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവർക്ക്. ഇരുട്ടല്ലേ വെളുപ്പിന് 3 മണിയെന്ന് പറയണത്. അപ്പോൾ ഈ ഇരുട്ടിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. എന്തിനാ? അവിടെയാണെങ്കിൽ ഈ തിര ഉയരണം എന്ന് പറയുന്നുണ്ട്. ഈ ഉയരണ തിര, പണ്ട് തുമ്പളി പള്ളി ഇരിക്കുമ്പോൾ ഒരാളെ കടലിൽ പോയി ഒരാളെ കാണാതിരുന്ന്. അപ്പം ഞാൻ 9 കൊല്ലമായിട്ട് രാത്രി കടലിൽ പോയി. ഇപ്പം അമ്പലപ്പുഴ മുതൽ കൊച്ചി വരെ പോയി. അപ്പോഴെനിക്ക് ഞാൻ ഇരുന്ന വള്ളത്തിൻ്റെ, കടലിൽ ഇരുന്ന വള്ളത്തിൻ്റെ അണിയത്ത ഞാൻ ഇരുന്നപ്പോൾ എൻ്റെ മുകളിൽ കൂടി വേറൊരു ഇരുണ്ട സാധനം വരുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ തല ആഞ്ഞപ്പോൾ എന്താ വേറെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുവള്ളത്തിൻ്റെ തലമരമാണ് വന്ന് എൻ്റെ വള്ളത്തെ ഇടിച്ചത്. പൊട്ടിയില്ല, പക്ഷെ സ്വരം കേട്ട്. അതാ എൻ്റെ തലക്ക് ഇടിക്കേണ്ടതായിരുന്നത്. അപ്പോൾ ഞാൻ ഓർക്കണേ, കർത്താവ് ഇതല്ലേ കടലേ, കാണാൻ പറ്റത്തില്ല. ഒരു സാധനം വേറെ വള്ളം നമ്മുടെ നേരെ വന്നാൽ കാണാൻ പറ്റത്തില്ല. അപ്പോൾ തിരകളും കാണുന്നില്ലേ. ഈ അപ്പോസ്തലന്മാർ ഇരുട്ടിലും തിരയിലും പെട്ടുപോയി. എന്ത് കഴിവുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ നിസ്സഹായമായി പോകുന്ന ഒരവസ്ഥയിലേക്കാണ് നിർബന്ധിച്ച് പറഞ്ഞു വിടണത്. എന്തായിരിക്കും അങ്ങനെ ചെയ്യാൻ കാരണം? കാര്യം ആധ്യാത്മിക ജീവിതം, വിശ്വാസത്തിൻ്റെ ജീവിതം ചുമ്മാ ഒരു ഈസി ലൈഫ് ആകത്തില്ല ഒരിക്കലും. ഇവർ ഈ കാലിലേക്കും കോളിലേക്കും ഇരുട്ടിലേക്കും മരണത്തെ മുഖാഭിമുഖം കാണുന്ന അവസ്ഥയിലേക്ക് ദൈവം തന്നെ പറഞ്ഞു വിടുകയാണ്. എന്താ കാര്യം? ഇത് എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് യോഹന്നാൻ 6:6 ഉത്തരം. എന്താണ്? എന്ത് ചെയ്യണമെന്ന്
അവന് നേരത്തെ അറിയാമായിരുന്നുവെന്ന്. അവനവരെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. കേട്ടാ, അപ്പം ഞാൻ നിർബന്ധിച്ചത് എന്താണ്? ഒരു പരീക്ഷണമാണ്. നിൻ്റെ രോഗമായാലും ചിലപ്പോൾ ഒരു പരീക്ഷണമായിട്ട് വരും. നിൻ്റെ കടമായാലും ഒരു പരീക്ഷണമായിട്ട് വരും. മറ്റുള്ളവരൊക്കെ നിന്നെ എതിർക്കുകയും നിന്നെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥയായാലും ഒരു പരീക്ഷണമായിട്ട് വരും. എല്ലാവരും പ്രാർത്ഥിച്ച് സുഖപ്പെട്ടാലും നീ സുഖപ്പെട്ടുന്നില്ലെങ്കിൽ ഒരു പരീക്ഷണമായിട്ട് വരും. അപ്പോഴൊക്കെ ദൈവവേദന യോഹന്നാൻ 6:6 നീ ഓർക്കണം. എന്താണ്? എന്ത് ചെയ്യണമെന്ന് നിന്നെ നിർബന്ധിച്ച് ഈ പരീക്ഷണത്തിലേക്ക് വിട്ട ദൈവത്തിനറിയാം. അതാണ് വിശ്വാസം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ ആരാധന. 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 യോഹന്നാൻ 6:6 ശ്രദ്ധിക്കട്ടെ. എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ആരാധന. 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 അപ്പം മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 14:24-25 കാറ്റും കൂളും വരികയാണ്. പക്ഷേ എന്താണ് ഈശോ ചെയ്യുന്നത്? യോഹന്നാൻ 6:6 അനുസരിച്ചുകൊണ്ട് എന്താണ് ഈശോ ചെയ്തത്? അവൻ ആ 4-ാം യാമത്തിൽ കടലിൻ്റെ മീതെ നടന്നു വന്നു. അതാണ് നമ്മൾ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൻ്റെ 14:25 രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിൻ്റെ മീതെ നടന്നു വന്നു. അതാണ് യോഹന്നാൻ 6:6. എന്താണ്? എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു. ഇങ്ങനെ നിർബന്ധിച്ച് കൊടുങ്കാറ്റിലേക്ക് വിടുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു. ഇപ്പം നമ്മൾ മർക്കോസ് 4:36-38 വായിക്കുമ്പോൾ എന്താ പറയണത്? കാറ്റ് ശമിച്ച് കഴിയുമ്പോൾ ഇപ്പം മർക്കോസ് 4:36-38 ഇതുപോലെ കൊടുങ്കാറ്റുണ്ടല്ലോ. കാറ്റ് ശമിച്ച് കഴിയുമ്പോൾ ശിഷ്യന്മാർ പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. ദൈവവേദന നിൻ്റെ അനുഭവത്തിലൂടെ ഈശോ ആരാണെന്ന് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നിൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി, നിൻ്റെ പ്രത്യാശയെ അതിൽ ഉരുക്കിട്ടുറപ്പിക്കാൻ വേണ്ടി കർത്താവ് ചില കാലങ്ങളിലൂടെ എന്നെ കടന്നുവിടുമ്പോൾ അവിടെ നിൻ്റെ വിശ്വാസം പ്രഖ്യാപിച്ച അപ്പോസ്തലന്മാരെപ്പോലെ നീ ദൈവത്തിനെ പഠിക്കാനും അനുഭവിച്ച് അനുഗ്രഹം പ്രാപിക്കാനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പരിപാലനയുടെയും പരിചരണത്തിൻ്റെയും ഭാഗമായിട്ടാണ് പരീക്ഷണങ്ങൾ കടന്നു വരുന്നത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ. 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് പരീക്ഷയിൽ പതറാതെ പ്രാർത്ഥനയിലെ പ്രത്യാശയോടെ ഒരു തരിമ്പ് പോലും ഹൃദയത്തിലെ ദൈവത്തെ അവിശ്വസിക്കാതെ അപ്പോസ്തലന്മാർ കർത്താവിനോട് പറഞ്ഞ വാക്കുകൾ ഇതുപോലെയാണ്. നാഥ, വി ആർ പെരിഷിങ്. പത്രോസ് പറഞ്ഞതാണ്, ഞങ്ങൾ നശിക്കുന്നു. ഞാൻ ആ വാക്ക് ഇപ്പോഴും ഓർക്കുക. കേൾക്കണത് മർക്കോസിൻ്റെ 4:40 മറ്റെയാണ് ഉള്ളത്. ഞങ്ങൾ നശിക്കുന്നു എന്നാണ് പറയണത്. വി ആർ പെരിഷിങ്. ആ വാക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ എന്താ പറയണത്? അതായത് ഞങ്ങൾ നശിക്കുന്നു. ഇപ്പം 4:38 മർക്കോസിൻ്റെ സുവിശേഷം 39 ആ വാക്യങ്ങൾ കാണും. ഞങ്ങൾ നശിക്കുന്നു. യേശു അമരത്ത് തലയുമിണച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു. വി ആർ പെരിഷിങ്. നീ ഇത് ഗവനിക്കുന്നില്ലേ? ദിസ് ഈസ് അവർ പ്രേയർ. നമ്മളും അങ്ങനെ ചോദിക്കും ദൈവത്തോട്. ചോദിക്കണം.
കാര്യം നമുക്കത് ബാധ്യതയുണ്ട്. കാര്യം നമ്മൾ അവനെ വിശ്വസിച്ചാണ് ജീവിക്കണേ. അപ്പോസ്തലന്മാർക്ക് ചോദിക്കാമെങ്കിൽ നമുക്കും ചോദിക്കണം. ഞങ്ങൾ നശിക്കുന്നു, നിനക്കതിൽ ചിന്തയില്ലേ? കാര്യം എന്താണ്? നമ്മൾ വേറെ ആരെയും ആശ്രയിച്ചിട്ടില്ല. നമ്മൾ അവനെ തന്നെ ആശ്രയിച്ചാണ് ജീവിക്കണത്. അത് നമുക്കും ചോദിക്കാം. അപ്പോഴും അവൻ ഉറങ്ങുന്നല്ലേ എന്ന് ചിന്തിക്കുക. അവിടെ ഉറക്കമാണേ. 4:38 ഈശോയൊക്കെ തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. എന്താ കാര്യം? ഇവിടെ തിരമാലകൾ ഉയർന്ന് വള്ളത്തിൽ ആഞ്ഞു. അവർക്കറിയാം ഈശോ ആരാണെന്ന്. അപ്പോൾ ഈശോയെ ഞങ്ങൾ നശിക്കുന്നുവെന്ന് പറയുമ്പോൾ നമ്മൾക്കറിയണം ഈശോ ആരാണെന്ന്. അവൻ ഉണർന്നാൽ ഇത് ശാന്തമാകുമെന്ന് അറിയണം. അല്ലെങ്കിൽ ഈശോ നമ്മളെല്ലാം കൂടി നശിക്കണം എന്നല്ലല്ലോ അവർ പറഞ്ഞത്. ആണോ? ഈശോ നീ എന്താ ഉറങ്ങണം, നമ്മളെല്ലാം നശിക്കാൻ പോകണമെന്ന് പറയേണ്ടതായിരുന്നു. പക്ഷെ അവർ പറഞ്ഞിട്ടില്ല. അവർ പറയും, കർത്താവേ നീ രക്ഷപ്പെടും, നമുക്കറിയാം, ഞങ്ങൾ നശിക്കുന്നെന്ന് പറയും. നിനക്കതിൽ ഗൗരവമില്ലേന്ന് ചോദിക്കും. അതാണ് ഫെയ്ത്ത്. ഈശോയിലുള്ള വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ടാണ് അവരവനെ ഉണർത്തുന്നത്. പ്രാർത്ഥിക്കണത് അങ്ങനെയായിരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവേ ഏത് കാറ്റ് വന്നാലും കോള് വന്നാലും കർത്താവേ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധത്തില് അങ്ങ് ഉണർന്നാൽ കാറ്റ് ശാന്തമാകുമെന്നുള്ള ബോധത്തിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് വിശ്വാസത്തിന്റെ അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം. അതായത് ജീവിതത്തിലെ കാറ്റും കോളും കാലത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്നതാണ് മനുഷ്യൻ്റെ കൂടെ. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ കൂടെ ഞാനും കൂടെ ഉണ്ടാകുമെന്ന് ഈശോ പറഞ്ഞിട്ട് പോയത്. ഐ വിൽ ബി വിത്ത് യു അൺടു ദി ലാസ്റ്റ്. കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നു. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ വചനങ്ങളിലെ 28:20 മത്തായിയുടെ സുവിശേഷം എന്തൊരു മനോഹരമാണ്. ഇതാണ് കാര്യം. ഈ കാറ്റും കോളും എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടാകും. ഏത് കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ കൂടെ ഈ കാറ്റും കോളും സഞ്ചരിക്കുമ്പോഴും കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. എത്ര മതസ്ഥാപകന്മാർ, എത്ര പ്രവാചകന്മാർ ഈ ഭൂമി കാറ്റും കോളും കണ്ടതാണ്. എന്നിട്ട് കർത്താവ് മാത്രം പറഞ്ഞ മനുഷ്യരാശിയോട് ഐ വിൽ ബി വിത്ത് യു അൺടു ദി ലാസ്റ്റ്. കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് അവൻ്റെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ടാണ് സഭ കാറ്റുകളെയും എല്ലാ കോളുകളെയും തരണം ചെയ്തത്. ഇനിയും തരണം ചെയ്യുക തന്നെ ചെയ്യും. മത്തായി 28:20 തിരുവചനം ധ്യാനിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ വചനത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഈ വചനത്തിൽ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് കർത്താവിൻ്റെ ഇടപെടൽ ഉത്ഥിതനായി നമ്മുടെ കൂടെ തിരുവുദ്ധാനം ചെയ്ത് നമ്മുടെ കൂടെ വസിക്കുന്ന കർത്താവ് ഈ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നവനാണ്. ഈ കർത്താവിനെ വിളിച്ചുണർത്താൻ അത് മാനുഷികമായിട്ടുള്ള എന്തെങ്കിലും ജിംനേഷ്യം പോലെയുള്ള എക്സർസൈസിലല്ല, മാനുഷികമായ കഴിവുകളെ ഉണർത്തുന്നതല്ല. അത് ലോകത്തിൻ്റെ ജ്ഞാനം അങ്ങനെയാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തെയാണ് ഉണർത്തുന്നത്. അതുകൊണ്ടാണ് ഈ മാനുഷികമായ കഴിവുകളെ ഉണർത്തുന്ന ഒരു സാങ്കേതിക വിദ്യകളെയും സഭ ആധ്യാത്മികമായിട്ട് അംഗീകരിക്കാത്തതിൻ്റെ കാരണം. അത് മാനുഷികമാണ്, ആധ്യാത്മികമല്ല. മറിച്ച് സഭ ചിന്തിക്കുന്നത് ഉദ്ധിതനായി നമ്മുടെ കൂടെയുള്ള യേശുവിനെയാണ് സഭ ഉയർത്തേണ്ടത്. അല്ലാതെ ഒരു ഫിസിക്കൽ എക്സസൈസിലൂടെ എന്തെങ്കിലും മാനുഷികമായ കഴിവുകളെ ഉണർത്തിയിട്ട് സഭയ്ക്കൊന്നും നേടാനില്ല.
കാര്യം സഭ ഇവിടെ സാക്ഷ്യം വഹിക്കേണ്ടത് ഉദ്ധിതനായി നമ്മുടെ വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനാണ് സാക്ഷ്യം വഹിക്കേണ്ടത്. സങ്കട സമയത്തും സകല സമയത്തും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഒരു അടയാളവും തരാതെ ചില സമയത്ത് ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. പക്ഷേ വി വിൽ നോട്ട് ഹാവ് എനി സൈൻസ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അതാണ് 4:38 കണ്ടത്. കർത്താവ് ഉറങ്ങുകയാണ്. ഭയങ്കര കാറ്റ് സംഭവിക്കുന്നു, കോള് സംഭവിക്കുന്നു, പക്ഷെ അവൻ ഉറങ്ങുകയാണ്. പക്ഷെ ഉറങ്ങുന്ന കർത്താവ് നമ്മോട് പറയുന്നൊരു വചനമുണ്ട്. കർത്താവ് ഉറങ്ങിയാലും വചനം പറയും, കർത്താവ് ഉണർന്നാലും വചനം പറയും. കർത്താവ് ഉറന്നാൽ എന്താ പറയണത്? പിക്കാം, ശാന്തമാവട്ടെ എന്ന് പറയും. കർത്താവ് ഉറങ്ങിയാൽ എന്ത് വചനമാണ് പറയണത്? ഉറങ്ങിക്കിടക്കുന്ന കർത്താവ് എന്ത് വചനമാണ് പറയണത്? ഏത് കാറ്റ് വന്നാലും കോള് വന്നാലും എന്ത് ചെയ്യണമെന്ന് അവന് അറിയാമായിരുന്നു. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ യേശുവേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം കർത്താവ് ഉറങ്ങണ പോലെ നമ്മുടെ കുടുംബത്തിൽ തോന്നിയാലും എൻ്റെ മക്കളെ പാതരരുത്. എന്താ കാര്യം? നീ വിശ്വാസിയാണെങ്കിൽ, നീ കർത്താവിൻ്റെ വഴികളിലൂടെയാണ് സഞ്ചരിച്ച് ഇവിടം വരെ എത്തിയിരിക്കണമെന്നുണ്ടെങ്കിൽ നിൻ്റെ കർത്താവ് അന്ത്യനിമിഷമെങ്കിലും ഉണർന്നിരിക്കും. കർത്താവ് എപ്പോഴും തിരഞ്ഞെടുക്കുന്ന കോളം അന്ത്യനിമിഷങ്ങളാണ്. ഓർത്തേക്കണം എപ്പോഴും. ഈ രാത്രിക്ക് 4 യാമങ്ങളില്ലേ? 1-ാം യാമത്തിൽ വരാമായിരുന്നല്ലോ, വന്നില്ല. 2-ാം യാമത്തിൽ വരാമായിരുന്നല്ലോ, വന്നില്ല. 3-ാം യാമത്തിൽ വരാമായിരുന്നല്ലോ, വന്നില്ല. എന്തിനാണ് 4-ാം യാമം തിരഞ്ഞെടുത്തത്? അന്ത്യയാമങ്ങളാണ് കർത്താവിൻ്റെ സമയത്തിൻ്റെ ഒരു ക്രമീകരണം. 4-ാം ദിവസം ലാസർ മരിച്ചു, ചീഞ്ഞ് 4-ാം ദിവസം വരെ കാത്തിരുന്നു. 4-ാമത്തെ ദിവസമാണ് വരണത്. അതുകൊണ്ട് നിനക്ക് ഏത് അറ്റം വരെയും കർത്താവിനെ പ്രതീക്ഷിക്കാം. നീ നശിക്കുന്നുവെന്ന് വാവിട്ട് കരയണ ആ സമയം വരെ നിൻ്റെ വിശ്വാസത്തിൻ്റെ യാത്ര എന്തുമാത്രമുണ്ട്, നിൻ്റെ പ്രത്യാശയുടെ യാത്ര എന്തുമാത്രമുണ്ട്, നിൻ്റെ സ്നേഹത്തിൻ്റെ യാത്ര എന്തുമാത്രമുണ്ട് എന്ന് കർത്താവ് അത് നിന്നെ ഉദ്ദീപിച്ച് അത് നിന്നെ വളർന്ന് നീ വിശ്വാസത്താൽ സ്നേഹത്താൽ നിറയണത് വരെ കർത്താവ് കാത്തിരിക്കുന്നത് മാത്രമാണ്. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഗ്നിനാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിനാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുവുണ്ട്. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുവുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളെ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ദുഃഖ ദുരിതങ്ങൾ നമുക്കറിയാം. കൃപാസനത്തിൽ നിങ്ങൾക്ക് എത്തപ്പെടാൻ പറ്റാത്ത ഒരു സമയമായതുകൊണ്ട് തന്നെ ഈ ആരാധനയ്ക്ക് പ്രത്യേക അനുഗ്രഹമുണ്ട്. എന്താ കാര്യം? ഈശോയ്ക്കറിയാം നിങ്ങൾക്കിവിടെ ഇപ്പോഴെത്താൻ പറ്റാത്ത സമയമാണെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെയാണ് ആയിരിക്കുന്നുവോ അവിടെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്കാണ് ആദ്യം
നമ്മൾ കർത്താവിന് സമർപ്പിക്കുന്നത് സ്തുതികട ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വപ്പെടുത്തുന്ന കർത്താവേ, യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ശരീരമാസകലം നീര് കെട്ടിയ രോഗികളാൽ, പിന്നെ ചിലർക്കൊക്കെ പെട്ടെന്നിങ്ങനെ മുഖത്തും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുരുക്കളൊക്കെ വരത്തില്ലേ, അത്തരം രോഗങ്ങളെയാണ് ആദ്യം പ്രാർത്ഥിക്കാൻ പോകുന്നത്. അച്ഛനോട് നിങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കണം. ഈശോ എൻ്റെ മനസ്സിൽ തോന്നിക്കുന്ന ഓരോ സൗഖ്യത്തിൻ്റെ മേഖലകളെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കും. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ശരീരത്തിൽ നീര് കെട്ടിയവരെ, ശരീരത്തിൽ നീര് കെട്ടിയവരെ അങ്ങ് സ്പർശിക്കണമേ, അങ്ങ് സ്പർശിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ വലതുകരത്താൽ, അങ്ങയുടെ വിശുദ്ധമായ വലതുകരത്താൽ നീര് കെട്ടിയവരെ സ്പർശിക്കണമേ. നീര് കെട്ടിയവരെ സ്പർശിക്കണമേ. നീരിന്റെ മൂലകാരണങ്ങള്, നീരിന്റെ മൂലകാരണങ്ങൾ അങ്ങ് സ്പർശിക്കണമേ. അങ്ങ് സ്പർശിക്കണമേ. തലനീരിറക്കമായാലും, കരൾ രോഗമായാലും, മറ്റു തരത്തിലുള്ള ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങളായാലും, കർത്താവേ, പ്രത്യേക കുരുക്കള് ശരീരത്തിലുണ്ടായിട്ടുള്ള എല്ലാ വ്യക്തികളെയും ഓ ദൈവമേ, ഓ ദൈവമേ, വിശുദ്ധ രക്തത്താൽ, വീണ്ടെടുപ്പിന്റെ രക്തത്താൽ കഴുകണമേ. യേശുവിന്റെ നാമത്തില് മാരക രോഗങ്ങള് സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരുക്കരത്താൽ താങ്ങി എന്നെ, തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി കർത്താവ് നമ്മളെ സുഖപ്പെടുത്താൻ പോകുന്നത് നടുവേദന, അതുപോലെ അസ്ഥികളില്ലേ, അസ്ഥികൾ ദ്രവിച്ചിരിക്കുന്നവരെ, അസ്ഥിയുടെ ഓപ്പറേഷനിലേക്ക് പോകുന്നവരെ, അതിനുവേണ്ടി നിശ്ചയിച്ചിരിക്കുന്നവരെ, ഇപ്പോഴൊക്കെ ആശുപത്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ ഓപ്പറേഷൻ ടൈമിൽ ആ ഓപ്പറേഷൻ വിധേയമാകുന്ന രോഗികളെ എല്ലാം ഈ ആരാധനയിൽ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവേ, ഓപ്പറേഷനിൽ വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഓരോ രോഗികളെയും അങ്ങ് സ്പർശിക്കണമേ. ഈശോ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ഡോക്ടർമാരും ഓപ്പറേഷൻ വിധേയമാകുന്ന രോഗികളും യേശു നാമത്തിൽ അഭിഷേകം പ്രാപിക്കട്ടെ, സൗഖ്യപ്പെടട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അസ്ഥി ചിന്നിയവര്, അസ്ഥി പൊട്ടിയവര്, ഇപ്പം നിങ്ങളായിരിക്കണം നിർബന്ധമില്ല. നിങ്ങളുടെ ബന്ധുക്കളോ ജീവിത പങ്കാളികളോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരോ ആരെങ്കിലും അസ്ഥി രോഗികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അത്ഭുതകരമായ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോ അവരെ സുഖപ്പെടുത്തുമെന്നും ഞാൻ അവർക്ക് സാക്ഷ്യമായി കർത്താവിനെ മഹത്വപ്പെടുത്തുമെന്നും മനസ്സിൽ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അസ്ഥി സംബന്ധമായ രോഗങ്ങള്, അസ്ഥി ചിന്നിയവര്, അസ്ഥി പൊട്ടിയവര്, അസ്ഥി ബലക്ഷം ഉണ്ടായിരിക്കുന്നവര്, അസ്ഥി ഉരുക്കമുള്ളവര്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ആരാധനയിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം.
ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായവൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായവൻ നൽകിയിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, മക്കളില്ലാത്തവരെ അവർ അടിവയറ്റിൽ കൈവെക്കേണ്ടതാണ്. ഇത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥനയല്ല, പുരുഷന്മാർ അത് തന്നെ ചെയ്യേണ്ടതാണ്. മക്കളില്ലാത്തവർ ദുരിതകമായ ആന്തരിക അവയവങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിൽ അടിവയറ്റിൽ സൈഡിലൊക്കെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. അച്ഛനോട് ചേർന്ന് കർത്താവായ ദൈവമേ, മക്കളില്ലാത്തതിന്റെ പേരിലെ അമിതമായ വേദന അനുഭവിക്കുന്നവരെ, നിക്കകളില്ലാതെ വേദന അനുഭവിക്കുന്നവരെ കർത്താവേ അങ്ങ് സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിലെ അവർക്ക് കുഞ്ഞുങ്ങളെ കല്ലിൽ നിന്ന് പ്രാകൃതത്തിന്റെ സന്തതികളെ തിരിപ്പിക്കാൻ കഴിവുള്ള ദൈവമേ, എത്ര തരത്തിലുള്ള തകർച്ചയാണെങ്കിലും ബുദ്ധിമുട്ടുകളാണെങ്കിലും അസാധ്യമായ കാര്യമാണെങ്കിലും യേശുവിന്റെ നാമത്തിലെ കുഞ്ഞുങ്ങൾ ലഭിച്ചുകൊണ്ട് നാമത്തെ മഹത്വപ്പെടുത്തി സുവിശേഷത്തിന്റെ സാക്ഷിയാകാൻ മക്കളെ അനുഗ്രഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ച മക്കളെ, ഇപ്പോഴും അച്ഛൻ പ്രാർത്ഥിക്കുന്നത് വിവാഹം ഒത്തുവരാത്തവര്, ജീവിത പങ്കാളെ കിട്ടാത്തവര്, വിവാഹം ഇങ്ങനെ പിരിയാൻ പോകുന്ന ആൾക്കാരില്ലേ, ആരുടെങ്കിലും ഒരാളുടെ പ്രത്യേക സമ്മർദ്ദം കൊണ്ട് വിവാഹം പിരിയുന്നവരും, വിവാഹത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരുമിച്ച് താമസിക്കണമെങ്കിലും അതിൻ്റെ ഒരു സന്ധിപ്പും അനുഭവിക്കാതെ ജീവിതം നരകതുല്യമായി ജീവിക്കുന്നവരില്ലേ, നിരാശ, സങ്കടം, പലതും അവരുടെ മാനസികമായിട്ടുള്ള നിലപാടുകളുടെ ഭാഗമായിട്ട് സ്വയം ഉണ്ടാക്കിയെടുത്തുള്ള ഭാരങ്ങളും ഉണ്ടാവും ഈ കൂട്ടത്തിൽ. അപ്പം അതെല്ലാ മേഖലകളിലേക്കും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ ലഭിക്കാൻ വേണ്ടിയും സമാധാനപൂർണ്ണമായ ജീവിതം ഉണ്ടെങ്കിലേ കുഞ്ഞുങ്ങളെ നമുക്ക് പുണ്യപൂർണ്ണമായി വളർത്താൻ പറ്റത്തുള്ളൂ. കുടുംബ സമാധാനം ഇല്ല എന്നുണ്ടെങ്കിൽ ജീവിതം തന്നെ നമുക്ക് ബാധ്യതയായി മാറും. അങ്ങനെയുള്ള കുടുംബത്തിൽ, ഏത് കുടുംബത്തിൽ നീ ചെല്ലുമ്പോഴും ആ കുടുംബത്തിന് സമാധാനം ആശംസിക്കാൻ ഈശോ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആശംസിച്ച് സമാധാനയുടെ കുടികൊള്ളുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. സമാധാനത്തിനോട് സഹകരിക്കാനുള്ള സന്മനസ് അവർക്കുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധമായ വലതുകരത്താൽ ഞങ്ങൾ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവേ, പലതരത്തിലുള്ള സമാധാനം അനുഭവിക്കുന്നവരുടെ മേൽ കർത്താവിന്റെ കരുണ ചൊരിയട്ടെ. വിവാഹ ജീവിതത്തിലെ തകർച്ചയുള്ളവരെ, വിവാഹം ഒത്തുവരാത്തവരെ, ഈശോയെ അകന്ന് താമസിക്കുന്നവരെ, ഒറ്റയായി താമസിക്കുന്നവരെ, പിരിഞ്ഞ് താമസിക്കുന്നവരെ, കേസിലകപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിലെ ഐക്യത്തിന്റെ കൃപ ചൊരിയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 ഹല്ലേലൂയ. വിടുതലിൻ ആത്മാവേ എന്നിൽ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. വിടുതലിൻ ആത്മാവേ എന്നിൽ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. പാപമെല്ലാം ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. പാപമെല്ലാം ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ.
മക്കളെ, ക്വാറന്റൈനിൽ താമസിക്കുന്നവരുണ്ട്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിലും വിദേശ രാജ്യങ്ങളും ക്വാറന്റൈനിൽ താമസിക്കുന്നവരെല്ലാം അതെല്ലാം നെഗറ്റീവ് ആകാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. കർത്താവേ, കർത്താവേ, അങ്ങനെ വിശുദ്ധമായ രക്തത്താൽ ക്വാറന്റൈനിൽ താമസിക്കുന്നവരെ, കൊറോണ വന്നിരിക്കുന്നവരെ, അവരെ സൗഖ്യപ്പെടാൻ വേണ്ടിയും അത് മറ്റത് കർത്താവേ, ക്വാറന്റൈനിൽ താമസിക്കുന്നവരുടെ രോഗങ്ങളെ നെഗറ്റീവ് ആകാൻ വേണ്ടി യേശു ക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കണമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. എല്ലാം എനിക്കെന്റെ ഈശോ, എന്റെ ജീവന്റെ ജീവനാം ഈശോ, എല്ലാം എനിക്കെന്റെ ഈശോ, എന്റെ ജീവന്റെ ജീവനാം ഈശോ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ജോലി നഷ്ടപ്പെട്ടവരെ, വരുമാന മാർഗത്തെക്കുറിച്ച് ഒരു എത്തും പിടിയും ഇല്ലാത്തവരെ, എല്ലാവരും ഇങ്ങനെ ഓരോ ഗവൺമെൻറ്റിൻ്റെ അഷുറൻസൊക്കെ കേൾക്കുമ്പോൾ എന്തോ വലിയ കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ളൊരു ധാരണയൊക്കെ ഉണ്ടാകും. കുറേ ആൾക്കാരൊക്കെ എല്ലാം സഹായം കിട്ടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒത്തിരി പേര് നിരാശരും സങ്കടമുള്ളവരും ജീവിക്കാൻ മാർഗമില്ലാത്തവരുമാണ്. ദൈവം മാത്രമേ അവർക്ക് ഉള്ളെന്ന് എനിക്ക് ചില സമയത്ത് തോന്നിപ്പോകും. നമ്മുടെ അനുഭവത്തിൽ, മുൻകാല അനുഭവങ്ങളിൽ നിന്നെല്ലാം ഉള്ള അവസ്ഥകളാണ്. അപ്പം അങ്ങനെയുള്ളവർ ദൈവം ഈ വിഷയം അവരുടെ കണ്ണിൽ നിന്ന് തുടച്ച് മാറ്റാൻ വേണ്ടി മക്കൾ സ്തുതിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവേ, ജോലിയില്ലാത്തവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, ലോക്ക്ഡൗൺ കഴിയുമ്പോഴേ എങ്ങനെ ജീവിക്കുമെന്ന് ഒരു പിടിയുമില്ലാത്തവരുടെ മേൽ കർത്താവിന്റെ വഴി തെളിയട്ടെ. യേശുവിന്റെ നാമത്തില് അവർക്ക് ജോലി ലഭിക്കുകയും ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സഹായിക്കുകയും ദൈവത്തിന്റെ കണ്ണ് ചൊരിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും, കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ആശീർവാദത്തിന് മുമ്പ് എൻ്റെ മക്കൾ അനുഭവിക്കുന്ന പ്രത്യേക വിഷയമുണ്ടെങ്കിൽ, ഇപ്പം അച്ഛനെ ആരാധനയെ സൂചിപ്പിക്കാത്ത വിഷയമുണ്ടെങ്കിൽ, ഇപ്പോഴേ മുട്ട നിൽക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ നിങ്ങൾ അവിടെ മുട്ടയിൽ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് നിങ്ങളുടെ ജീവിത സങ്കടങ്ങളെ, രോഗങ്ങളെ, ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണിത്. പരീക്ഷ എഴുതിയ മക്കൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ അവരുടെ പേര് ഇപ്പം തന്നെ ആരാധനയിലേക്ക് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന് പ്രോഗ്രാം ശുശ്രൂഷ പങ്കെടുക്കുന്നവരെ അവരുടെ പേര് ഈ നിമിഷം പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കുക. അമ്മ ആരാധനയ്ക്ക് സമർപ്പിച്ചു കൊള്ളാം. നിങ്ങളുടെ ജീവിത സങ്കടങ്ങളെ ഇതുവരെയൊക്കെ സമർപ്പിക്കാത്തവരെ ഇപ്പോഴും പരിശുദ്ധ അമ്മ വഴി ഈ ആരാധന അവസാന ആശീർവാദത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന നിമിഷങ്ങളിലേക്ക് കുഞ്ഞുങ്ങളുടെ പരീക്ഷ എഴുതിയ കുഞ്ഞുങ്ങളുടെ പേര്, +2, SLC, അതുപോലെ തന്നെ ഗ്രാജുവേഷൻ, പ്രൊഫഷണൽ സ്റ്റഡീസ്, അതുപോലെ തന്നെ വിദേശങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരെ, അവിടെ ആയിരിക്കുന്നവരെ, അവർ അഭിമുഖീകരിക്കുന്ന ടെസ്റ്റുകൾ, ഇൻ്റർവ്യൂകൾ ഒക്കെ അവരെല്ലാം ഈ ശുശ്രൂഷയിൽ
പങ്കെടുക്കുന്നവർ നിങ്ങളുടെ ബന്ധുക്കളെ നിങ്ങളുടെ പേരുകൾ ഇപ്പോഴേ പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കുക. അമ്മയുടെ ആരാധനയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞുകൊള്ളുക. ദൈവത്തെ മഹത്വപ്പെടുത്താമെന്ന് തീരുമാനിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം സമർപ്പിക്കുക. ഏറ്റവും നല്ലൊരു സമയമാണ്. ഞാൻ നിങ്ങൾക്ക് സമയം മനഃപൂർവ്വം തരികയാണ്. കർത്താവിൻ്റെ കൂടുതൽ മഹത്വത്തിൻ്റെ സാക്ഷികൾ ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ഈ സമയം നിങ്ങൾക്ക് തരണത്. നിങ്ങൾ കുടുംബത്തിൻ്റെ സങ്കടങ്ങൾ, ഇപ്പോൾ ചിലർ കേസാക്കപ്പെട്ട് കാണും, ചിലർക്ക് ജോലിയില്ലാത്ത വഴിയില്ലാത്ത അവസ്ഥയുണ്ടാകും, ചിലർക്ക് വീടില്ലാത്തവരുണ്ടാകും, വരുമാന മാർഗമില്ലാത്തവരുണ്ടാകും. അവരെല്ലാം ഈ നിമിഷം ഈശോയ്ക്ക് വിഷയങ്ങൾ സമർപ്പിക്കുക, പേര് സഹിതം സമർപ്പിക്കുക. ഒരു സന്തോഷവാർത്തയുണ്ട്. ഇന്നു മുതൽ നമുക്ക് തിരുഹൃദയത്തിൻ്റെ വണക്കം ആരംഭിക്കുക. 5:30 മണിക്കാണ് വണക്കം തുടങ്ങുന്നത്. വണക്കം തുടങ്ങുമ്പോൾ തന്നെ ഇതുപോലെ ഈശോയുടെ തിരുഹൃദയത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. ഇപ്പോഴാശീർവാദം സ്വീകരിക്കുക. നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും ആഗ്രഹങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് 2 കൈകളും ഉയർത്തി സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിക്കുന്നവനായ ദൈവമേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.